ഞാൻ ഇന്നത്തെ യുവത്വത്തിൻ്റെ പ്രതിനിധിയാണ്. എനിക്കെന്തോ നമ്മുടെ നാട്ടിലെ കാഴ്ചപ്പാടുകളോട് പൊരുത്തപ്പെടാൻ മാനസികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇവിടുത്തെ സമരങ്ങളും റിസർവേഷനുകളുമൊക്കെ ആര് കണ്ടുപിടിച്ചു എന്തോ. നമ്മുടേത് ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുന്നു. എന്ത് ജനാധിപത്യം? വെല്ലേട്ടം കളിക്കുന്ന ഭൂരിപക്ഷ സമുദായ സർക്കാരും തങ്ങൾക്ക് ശരിക്കുമെന്തോ കുറവുണ്ടെന്ന് വിശ്വസിച്ച് വിപ്ലവകാരികളാകുന്ന ന്യൂനപക്ഷങ്ങളും കൺവേർഷനിലൂടെ മുക്തി വാഗ്ദാനം ചെയ്യുന്ന മിഷണറിമാരും ചേരുന്ന നമ്മുടെ ജനാധിപത്യം. ഇതിൽ തമ്മിൽ ഭേദം മിഷണറിമാർ തന്നെ. അവർക്ക് വാഗ്ദാനം ചെയ്യാൻ ഒരു സ്വർഗമെങ്കിലുമുണ്ട്. എൻ്റെ ഏക പ്രതീക്ഷയും അതുതന്നെ. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് നമ്മുടെ നാടിന്ന് 4 പേരറിയുന്നത്. അവർ പോയി. എന്നിട്ടെന്തായി? നമ്മൾ 3ാം ലോക രാഷ്ട്രമായി. ഇനി പ്രതീക്ഷ ഒരു ലോകമഹായുദ്ധത്തിലാണ്. അമേരിക്കയിലാണ്. മിഷണറിമാരിൽ ഞാൻ അമേരിക്കയെ കാണുന്നു. ഗോഡ് ബ്ലസ് അമേരിക്ക. ലേഡീസിന്റെ സീറ്റാണ്. അവർ വരും വേണ്ടിയിട്ട് മാറി കൊടുക്കണം. ഓ ശരി. ഓ തനിക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നത് കണ്ടക്ടറിന്റെ സീറ്റാണ്. ചേച്ചി മാറ്. ഞാൻ ഇതുവരെ പറയാത്ത മറ്റൊരു കൂട്ടരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കൂടെ ചേർത്തില്ലെങ്കിലും വലിഞ്ഞു കയറി വരുന്നവർ. അവർക്ക് വോട്ടവകാശങ്ങളില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് അവരോട് പുച്ഛമാണ്. ടിക്കറ്റ് എടുക്കണ്ടേ? ഇങ്ങി ബാ. ഒരു സമാധാനപുരി. സമാധാനം കിട്ടിയത് തന്നെ. ഓ അവരുടെ അവകാശങ്ങളിൽ എല്ലാവരെയും പോലെ ഞാനും കൈയിട്ട് വരാറുണ്ട്. ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം ഇലക്ഷനുകളുടെ ഗതി നിർണ്ണയിക്കുന്നത് കൊണ്ട് സർക്കാരിന് അവരെ എന്നും ഭയമാണ്. പുറത്തു കാട്ടില്ലെന്ന് മാത്രം. ഒരവകാശം മുക്ക്. ലേഡീസിന്റെ സീറ്റ് ആ വിളിച്ചു നോക്ക്. ഞാൻ ഇന്നത്തെ യുവത്വത്തിൻ്റെ പ്രതിനിധിയാണ്. നാളത്തെ സർക്കാർ ആവേണ്ടവൻ. എൻ്റെ ആദ്യ പാഠം കണ്ണടയ്ക്കൂ, ഇരുട്ടാക്കൂ. സർക്കാർ എല്ലാ കാര്യങ്ങളിലും നിഷ്ക്രിയനല്ല. അവരുടെ സ്വകാര്യ ദൗർബല്യങ്ങൾ അവരെന്നും ക്രിയാത്മകമായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഡോ ഇത് സ്ത്രീകളുടെ സീറ്റാണ്. എണീറ്റ് മാറി. അവരതിനെ ആവശ്യക്കാരൻ്റെ അവകാശ സംരക്ഷണം എന്ന് വിളിക്കും. മോളെ അവിടെ ഇരുന്നു. അതെങ്ങനെ ശരിയാവാ? ഞാനല്ല ആദ്യം കയറിയത്. എണി വരി വാ. നിനക്ക് പറയലൊരു സീറ്റുണ്ട്. അങ്ങോട്ട് പോയിരുന്നു. അമേരിക്ക. ഇന്നത്തെ സർക്കാർ നാളത്തെ സർക്കാരിനോട് ഉപദേശിക്കുന്നതും അതുതന്നെ. ന്യൂനപക്ഷങ്ങൾ വിജയം ആഘോഷിക്കട്ടെ. ഭൂരിപക്ഷം പോരുന്ന സർക്കാർ പുതിയ അഴിമതികൾക്കായി തലപൊകിക്കട്ടെ. ഞാൻ പോകുന്നു അമേരിക്കയ്ക്ക്. അച്ചോ സൈഡ്. ഭൂമ്പി അളിയാ. മയില്